പിതാവിനും പുത്രനും പരിശുദ്ധായ്ക്കും സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നും എന്നാളുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു യോഗം നടക്കുക. യോഗം നടക്കുമ്പോൾ ഒരു കൊച്ച് എഴുന്നേറ്റെന്നൊരു ചോദ്യം ചോദിച്ചു. അച്ഛാ, യേശു ക്രിസ്തു എന്താ പ്രാർത്ഥിച്ചത്? യേശു ക്രിസ്തു എന്താണ് പ്രാർത്ഥിച്ചത്? ആ കുഞ്ഞിന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. എന്തിനാണ് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത്? എന്താണ് യേശു ക്രിസ്തുവിന്റെ ആവശ്യം? സാധാരണ ഒരു ചിന്ത ഏതാണല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ്. പക്ഷെ എന്നാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിനാവശ്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. ഒരു സാഹചര്യം ഒന്ന് ആലോചിക്കുക. ഒരു 6-8 മാസം പ്രായമായ ഒരു കുഞ്ഞ്, അമ്മ കുഞ്ഞിനെ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിച്ച് ഭക്ഷണം കൊടുത്ത് നല്ല ഉടുപ്പൊക്കെ ഇടിച്ച് അമ്മയുടെ മെഡിക്കൽ ഇരുത്തിയിരിക്കുകയാണ്. ആ കുഞ്ഞ് ചാടാനും തുള്ളാനും കളിക്കാനും വർത്താനം പറയാനും പോകും. മലയാളത്തിൽ ഒരു വാക്കുപോലും ആ കുഞ്ഞിന് അറിയില്ല. എങ്കിലും ആ കുഞ്ഞ് ഉണ്ടാക്കുന്ന ശബ്ദങ്ങളൊക്കെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അമ്മ പറയുന്ന അമ്മയുടെ മനസ്സിലെ സ്നേഹം മുഴുവനും ആ കുഞ്ഞിന് മനസ്സിലാകുന്നുണ്ട്. കുഞ്ഞിന്റെ സന്തോഷം മുഴുവനും നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇതുപോലെ ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യൻ ഇരിക്കുന്ന അനുഭവത്തെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാം മറന്ന് ദൈവത്തിന്റെ മുമ്പാകെ ഇരിക്കുക. ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ മനസ്സ് സാവകാശം ഉയരുക. ആ ആനന്ദത്തിൽ, സന്തോഷമല്ല ആനന്ദം, ആ ആനന്ദത്തിൽ എല്ലാം മറക്കുക. ആ അനുഭവത്തെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സുറിയാനി പിതാക്കന്മാർ പ്രാർത്ഥന എന്ന് വിളിച്ചിട്ട് അനുഭവമാണ് എല്ലാം മറന്ന് ദൈവത്തിന്റെ മുൻപിൽ ആനന്ദിക്കുന്ന അനുഭവം. അവിടെ ചോദ്യങ്ങളൊന്നുമില്ല, അവിടെ ആവശ്യങ്ങളൊന്നുമില്ല, അവിടെ ഒന്നും പറയേണ്ട കാര്യമില്ല. അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിന് വിശന്നാൽ അമ്മയ്ക്കറിയാം, എന്തെങ്കിലും അസ്വസ്ഥ വന്നാൽ അമ്മയ്ക്കറിയാം, ഉറക്കം വന്നാൽ അമ്മയ്ക്കറിയാം. കുഞ്ഞ് പറഞ്ഞിട്ട് വേണ്ട അത് അമ്മ അറിയാനും അമ്മ നിറവേറ്റി കൊടുക്കാനും. ഇതുപോലെയാണ് പ്രാർത്ഥന. ദൈവത്തിന്റെ മുമ്പിൽ എല്ലാം അറിയുന്ന സർവശക്തന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ചോദ്യത്തിന്റെയോ പറച്ചിലിന്റെയോ ആവശ്യമില്ല. പക്ഷെ ചോദിക്കാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടുണ്ട്. ചോദിക്കാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ചോദിക്കുന്നതാണ് പ്രാർത്ഥന എന്നൊരു തെറ്റിദ്ധാരണയിലേക്ക് ലോകം മാറിയിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും പൂർണ്ണതയിലെത്തുന്ന, അതിന്റെ പാരമ്യത്തിലെത്തുന്ന ദൈവ സംസർഗമാണ്. സുറിയാനി സഭയുടെ പ്രാർത്ഥനയിൽ ചോദ്യങ്ങൾ വളരെ എന്തെങ്കിലും ആവശ്യങ്ങൾ ദൈവത്തോട് ഉന്നയിക്കുന്ന സാഹചര്യങ്ങൾ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഇനി അതുണ്ടെങ്കിലോ അവനവന് വേണ്ടി മാത്രം ചോദിക്കുന്ന ഒരു അനുഭവം ഒരു കാലത്തുമില്ല. ഞാൻ എന്ന് പറയുന്ന ഒരു വാക്ക് അത് സുറിയാനി സഭയുടെ പ്രാർത്ഥനയിലേ ഇല്ല. എല്ലാം ഞങ്ങളാണ്. ഞങ്ങളെന്ന് വെച്ചാൽ ആർക്കെല്ലാം അതാവശ്യമുണ്ട് അവർക്ക് വേണ്ടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന വാക്കെടുത്ത് പ്രാർത്ഥന എടുക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞാൻ എന്നൊരു വാക്ക് പ്രാർത്ഥനയിലില്ല. പ്രാർത്ഥന എന്നാൽ എന്താണ്? എല്ലാം മറന്ന് എല്ലാവരോടുമൊപ്പം എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിലിരിക്കുന്ന അനുഭവമാണ്. അതിലാനന്ദിക്കുന്ന അനുഭവം. ഒന്നുകൂടി ഞാൻ പറയാം, എല്ലാം മറന്ന്, വേറെ ഒന്നും നമ്മൾ ഓർക്കുന്നില്ല, എല്ലാവരോടുമൊപ്പം എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിലിരിക്കുന്ന അനുഭവം. ആ സാന്നിധ്യത്തിൽ എല്ലാം മറക്കുന്ന അനുഭവം.
അതാണ് പ്രാർത്ഥന. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.